എന്നിട്ട് ഞാനും അത് തന്നെ ചെയ്തപ്പോ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അവൾ ഓരോ വൃത്തികേടുകൾ ഒപ്പിച്ച് വെച്ചിട്ട് വരുമ്പോ നീ അവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കൂ? അമ്മ വെറുതെ ദേഷ്യത്തിൽ ഓരോന്ന് പറയരുത്. ഭൂമിക മേഡം തന്നെ അവർക്കൊരു തെറ്റ് സംഭവിച്ചതാണെന്നും പാറു ചെയ്തത് ശരിയാണെന്നും പറഞ്ഞില്ലേ? ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കള് ഭൂമികയെ വിശ്വസിച്ചല്ലേ അവരുടെ വീട്ടിൽ സമാധാനം കഴിയുന്നത്. അവരുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ ഒരേ മുറിയിൽ താമസിക്കുകയായിരുന്നു എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാ അവർക്ക് ഹോസ്റ്റലിൽ നാണക്കേടാവില്ലേ? അതുകൊണ്ട് അവളെ ന്യായീകരിക്കാൻ വെറുതെ ഒരു കഥ ഉണ്ടാക്കിയതായിരിക്കും. അല്ല അമ്മേ, അങ്ങനെ ഒരു സംഭവം ശരിക്കും നടന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയതാ. ഞാൻ വേണേ കാണിച്ചു തരാം. എനിക്കൊന്നും കാണണ്ട. അമ്മ എന്താ ഞങ്ങളെ വിശ്വസിക്കാത്തെ? ഇത്രയും കാലം നിന്നെയൊക്കെ വിശ്വസിച്ചതിന് നല്ല സമ്മാനം നീ തന്നത്. ഇനി എങ്ങനെയാ നിന്നെ വിശ്വസിക്കുന്നത്? പാറു ഈ വീട്ടിൽ താമസിച്ചത് വളരെ വലിയ തെറ്റാണ്. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും. അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത്. അവളുടെ കൂടെ നിന്നെയും പുറത്താക്കാത്തതിന് നീ സന്തോഷിച്ചോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? കുറച്ചുനേരം മിണ്ടായിരുന്നൂടെ? നീ മിണ്ടിപ്പോരുത്. നീ ഒരക്ഷരം മിണ്ടിയാ അടിച്ചു നിന്നെ പല്ലി ഞാൻ താഴെയിടും. ചേട്ടൻ കാണിക്കുന്ന വൃത്തികേടുകളെല്ലാം കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. നിന്നെയൊക്കെ തല്ലി വളർത്താത്തതിന്റെ കുറവായി കാണിക്കുന്നത്. ആരെയും പേടിക്കാതെയും ബഹുമാനിക്കാതെയും തോന്നിയാസം കാണിച്ച് നടന്നോളും. വീട്ടിൽ കണ്ടവളെല്ലാം വിളിച്ചു കയറ്റി കുടുംബത്തിന്റെ മാനം കളഞ്ഞു ഒളിച്ചപ്പോ നിനക്ക് സമാധാനമായോ? ഞാൻ കാരണം നിങ്ങൾ ആരും ഇനി നാണം കിടണ്ട. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ചേട്ടൻ തെറ്റായ ഉദ്ദേശത്തോടെ പാറുവിനെ ഇവിടെ താമസിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് അതിന് തക്കതായ കാരണമുണ്ടെന്ന് എനിക്ക് തോന്നി അമ്മേ. ഞാനത് സാവകാശം അമ്മയോട് പറയായിരുന്നതാ. ഡാ, നീ എങ്ങോട്ടേ പോന്നേ? അമ്മ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് പുറത്തു പോകുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോ എന്നെയും വാട്ടർ ടാങ്കിൽ മുക്കിക്കൊല്ലാൻ നോക്കിയെന്ന് വരും. അമ്മയെ പോലെ ചേട്ടനും വായ തോന്നിയല്ല പറയുവാണോ? അവൻ അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ സ്വന്തം അമ്മയേക്കാൾ വലുത് അവൻ ആ പെണ്ണാണല്ലോ. എന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന ഒരുത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഞാൻ കൊലയാളിയായല്ലേ? എന്നാ കേട്ടോ, ഇത് എന്റെ വീടാണ്. ഇതിനൊരു അന്തസ്സുണ്ട്. ഇവിടെ അവളെ പോലെയുള്ള വൃത്തികെട്ടവളന്മാര് കേറി വന്നാ ഞാൻ ചിലപ്പോ കൊന്നിരിക്കും. അത് പേടിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വീട് വിട്ടു പോകുന്നത്. എന്നെ വിശ്വസിച്ച് വന്നവളെ എന്തിനാ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയെന്ന് എന്നോടെ ആളുകൾ ചോദിക്കൂ. ഇത് അമ്മയുടെ വീട് തന്നെയാ. അപ്പോ അമ്മയുടെ ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാ ചെയ്തോ. ഞാൻ പോവാ. ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. നീയും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചോ. ആരെങ്കിലും സഹായിക്കാൻ ശ്രമിച്ച നാളെ നിന്നെ അമ്മ കഴുത്തിന് പിടിച്ച് വീടിന് പുറത്താക്കും. അമ്മ എന്താ നോക്കി നിൽക്കുന്നേ? ഇവനോട് പോവില്ലെന്ന് പറ. അവൻ ചെയ്തത് എത്ര വലിയ തെറ്റാന്ന് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. അവൻ എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ, എനിക്കെന്താ? ചേട്ടാ, ചേട്ടാ, അച്ഛനെന്താ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്? ലക്ഷ്മിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു പരിഹാരക്കറി ചെയ്യണമെന്ന് ജോലിസന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് നീ എന്തൊക്കെയോ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതൊന്നും അറിയാതാണല്ലോ നാട്ടിൽ ഞങ്ങൾ സമാധാനമായി കഴിയുന്ന ആലോചിക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ തീർന്നല്ലോ. ചേച്ചിയുടെ കല്യാണക്കാര്യം എന്താ ചേച്ചാ? നമ്മുടെ വീട്ടിലൊരു സിദ്ധം വന്നിരുന്നു മോളെ. എന്നിട്ട് 41 ദിവസത്തിനകം കല്യാണം നടന്നില്ലെങ്കിൽ ഈ കുടുംബം വലിയ പരീക്ഷണം നേരിടേണ്ടി വരും. പിന്നീട് ഈ കുട്ടിയുടെ വിവാഹം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. ആ സിദ്ധം പറഞ്ഞതുപോലെ നാട്ടിൽ പലർക്കും സംഭവിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത പേടിയായി മോളെ. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. എത്രയും പെട്ടെന്ന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ട് മാത്രമായില്ല മോളെ, ഇവിടെ നടന്ന കാര്യങ്ങൾ കൂടെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു.
നല്ലത് മാത്രം ചെയ്തിട്ടും നിനക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന്റെ സമയദോഷമായി.